നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഈ സീസണിൽ ഏറ്റവും കരുത്ത് കാണിച്ച സംഘം FC ഗോവയുടേത് തന്നെയായിരുന്നുവെങ്കിൽ സന്ദേശ് ജിങ്കിൻ്റെയും വിക്ടർ റോഡ്രിഗസിൻ്റെയും പരിക്ക് മൂലമുള്ള അഭാവം വലിയ ക്ഷീണം തന്നെയാണ് FC ഗോവയ്ക്ക് ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അനായാസം FC ഗോവ ലീഗ് ഷീൽഡിലേക്ക് എത്തുമെന്ന് തോന്നിയിടത്ത് FC ഗോവയ്ക്ക് ആദ്യ തോൽവിയും നേരിടേണ്ടി വന്നിരിക്കുന്നു. മാത്രമല്ല, അവസാന 4 മത്സരങ്ങളിൽ നേടാനായത് 12-ൽ 5 പോയിന്റുകൾ മാത്രം. ഒരു വിജയം, 2 സമനിലകൾ, ഒരു പരാജയം. ഇതോടെ ലീഗ് ഷീൽഡിലേക്കുള്ള പോരാട്ടം കടുത്തതായി മാറുന്നു. FC ഗോവ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയെ നേരിടാനിറങ്ങുമ്പോൾ ഓർക്കുക, ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ബ്രേക്കിന് മുന്നേയുള്ള അവസാന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയോട് സമനിലയിലായിരുന്നു അന്ന് പിരിയേണ്ടി വന്നതും. അവിടെ നിന്നും FC ഗോവ പ്രധാന പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്തു തുടങ്ങിയെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC അവിടെ നിന്നും ഒരുപാട് മാറി കരുത്താർജിച്ചിരിക്കുകയാണ്. പുതിയ സൈനിങ്ങുകൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCക്ക് കരുത്ത് കൂട്ടിയിട്ടുണ്ടെന്ന് FC ഗോവൻ പരിശീലകൻ മാനലോ മാർക്കസ് തന്നെ സമ്മതിക്കുന്നുമുണ്ട്. ആദ്യ 2 സ്ഥാനങ്ങളിൽ ഒഡീഷ FCയും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും നിൽക്കുമ്പോൾ 3ഉം 4ഉം സ്ഥാനത്തുള്ള FC ഗോവയും മുംബൈ സിറ്റി FCയും ഒരേ പോയിന്റിലുമാണെന്നിരിക്കെ സമ്മർദ്ദം ഏറെയുള്ള ഈ ഘട്ടത്തിൽ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മാനലോ മാർക്കസിൻ്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു: പ്രഷർ സിറ്റുവേഷനുകളിൽ ഓരോരുത്തരും ഓരോ രീതിയിലാണ് റിയാക്ട് ചെയ്യുക. ഞാൻ ഇത്തരം നിമിഷങ്ങൾ എൻജോയ് ചെയ്യുകയാണ് ചെയ്യുക. ഞാൻ ഫുട്ബോളിൽ സമ്മർദ്ദത്തിന് അടിമപ്പെടുന്നുവെങ്കിൽ വേറെ വല്ല ജോലിക്കും പോകുന്നതാണ് നല്ലത് എന്നുമാണ്. എന്നാൽ ആദ്യ തോൽവിയോട് താരങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നിടത്താണ് ടീമിൻ്റെ കരുത്ത് കാണുക എന്നും മാനലോ മാർക്കസ് കൂട്ടിച്ചേർക്കുമ്പോൾ ഫത്തോഡയിൽ ഇന്ന് മികച്ച ഫുട്ബോൾ വിരുന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്.